അമ്പിയാക്കളുടെ കൂടെ അങ്ങ് വലിയ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടും. അങ്ങനെ ഉയർത്തപ്പെട്ടാൽ വഇൻ ദഖൽതുൽ ജന്ന, ഞാനും എങ്ങനെയെങ്കിലും സ്വർഗ്ഗത്തിലെത്തും. ഖശീതു അല്ലാ അറാക യാ റസൂലല്ലാഹ്, അവിടുന്ന് തങ്ങളെ കാണൂലേ എന്നോർത്തിട്ട് എനിക്ക് പേടിയാവുന്നു നബിയേ. അതുകൊണ്ട് വന്നതാണ് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ മരിക്കും, തങ്ങളും മരിക്കും. ഇവിടുന്ന് ഞാൻ കാണാൻ കൊതിയാവുമ്പോ തങ്ങൾ ഇവിടെ ഉണ്ട്. ഞാനങ്ങ് മരിച്ചു പോയാൽ ആ സ്വർഗലോകത്ത് വെച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ഹബീബിനെ ഒന്ന് കാണണമെന്ന് തോന്നിയാൽ, കാണാൻ പറ്റാതെ പോയാൽ ഞാൻ എന്ത് ചെയ്യും? വഇൻ ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിലെത്തിയാൽ ഖശീതു അല്ലാ അറാക, ഞാൻ തങ്ങളെ കാണൂലേ എന്നാണ് എൻ്റെ പേടി. അതിനെനിക്കൊരു സമാധാനം പറഞ്ഞു തരണം. ഫലം യറുദ്ദ അലൈഹി ഷൈഉൻ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മറുപടി കൊടുത്തില്ല. എന്താ പറയേണ്ടത്? ഈ മനുഷ്യനോട് അവിടെ വെച്ചുകൊണ്ട് നമ്മൾ കണ്ടുകിട്ടുമെന്ന് ഉറപ്പ് പറയണമെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം വരണം. ആ സഹാബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയാണ്, തങ്ങളെ എനിക്കൊരു മറുപടി തരണം. അവിടെ വെച്ചുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുമോ? നീലഗിരിയിലെ ഈ മലയിടുക്കിന്റെ ഉള്ളിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുബ്ബ് വെച്ചിട്ട് വന്ന മുഅ്മിനീങ്ങളെ നമുക്ക് നാളെ കാണാൻ കഴിയോ? എന്താ മറുപടി കൊടുത്തത്? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാഇന്റെ 69ാമത്തെ ആയത്ത് ഇറങ്ങിയതപ്പോഴാണ്. വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്-സിദ്ദീഖീന വശ്-ശുഹദാഇ വസ്-സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ആര് അല്ലാഹുവിനെ അനുസരിക്കുന്നുവോ, ആര് അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നുവോ, അവർ അല്ലാഹു അനുഗ്രഹം ചെയ്ത നബിമാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ആ സ്വഹാബിക്ക് സന്തോഷമായി. ഞാൻ ഹുബ്ബ് വെക്കുന്ന ഹബീബിന്റെ കൂടെ ഞാൻ ഉണ്ടാവും. ഇപ്പൊ ബദരീങ്ങളെ ഹുബ്ബ് വെച്ചോ, നാളെ ബദരീങ്ങളുടെ കൂടെ നിൽക്കാം. സ്വഹാബത്തിന് ഹുബ്ബ് വെച്ചോ, നാളെ അവരുടെ കൂടെ നിൽക്കാം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ജീവിതത്തിലെ വലിയ ആഗ്രഹം അത് തന്നെയാണ്. ഈ ലോകത്ത് ഈ ദുനിയാവെന്ന് കണ്ണടയുന്നതിന് മുന്നേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വീതിയായ റഹ്മത്ത് കൊണ്ട് നമ്മുടെ ഹബീബിനെ ഒന്ന് മനാമിൽ കാണാൻ, സ്വപ്നത്തിൽ അവിടുത്തെ കൺകുളിർക്ക ഒന്ന് കാണാൻ അല്ലാഹു നമ്മൾക്കെല്ലാവർക്കും അവസരം തരട്ടെ. ഇനി ഞാൻ ഒരൊറ്റ പദ്യം മാത്രം പാടിയിട്ട് വിശദീകരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ആരാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്താ അതിന് പറയാം? ലോക